Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. In our plant growth and development part 2 questions solve cheyan. We had already completed multiple choice questions. That is very short answer type questions. Fourth question we solve cheyidinu. We'll begin with the fifth question of very short answer type questions. The fifth question വായിക്കുകയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് gibberellins promote the formation of dash flowers on genetically dash plants and cannabis plants in cannabis, whereas ethylene promotes formation of dash flowers on genetically dash plants. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ ഗിബറലിൻസും എഥിലീനും തമ്മിലുള്ള ഫംഗ്ഷനിലെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്തറിയണം, എങ്ങനെയാണ് ഗിബറലിനും എഥിലീനും ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് ബേസിക് ഐഡിയ ഉണ്ടാവണം. അപ്പോ എങ്ങനെയാണ് ഗിബറലിൻസും എഥിലീനും തമ്മിലുള്ള ഡിഫറൻസസ്? ഗിബറലിൻസ് ആൻഡ് എഥിലീൻ. ആദ്യം സെക്സ് എക്സ്പ്രഷൻ ഏതില് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ എന്തെഴുതണം? ഗിബറലിൻസ് ആക്ച്വലി ഏത് ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഫോർമേഷൻ ഓഫ് മെയിൽ ഫ്ലവേഴ്സ് ആണ് ഗിബറലിൻസ് പ്രൊമോട്ട് ചെയ്യുന്നത്. ആൻഡ് ജനറ്റിക്കലി ഏത് ടൈപ്പ് പ്ലാന്റ്സിൽ? ജനറ്റിക്കലി ഫീമെയിൽ പ്ലാന്റ്സിൽ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഇവിടെ? പ്രൊമോട്ട് formation of male flowers in genetically ഏത് type of plants? Genetically female plants. ഇനി എഥിലീൻ എങ്ങനെയായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ, ആന്റഗോണിസ്റ്റിക് ആക്ഷൻ. അപ്പൊ എന്ത് എഴുതാൻ പറ്റും? പ്രൊമോട്ട് ദി ഫോർമേഷൻ ഓഫ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ genetically male plants. Promotes formation of female flowers genetically male plants. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ we can write ഗിബറലിൻസ് ഫീമെയിൽ ഫ്ലവേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ജനറ്റിക്കലി മെയിൽ ഫ്ലവേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ജനറ്റിക്കലി ഫീമെയിൽ പ്ലാന്റ്സിന് എക്സാമ്പിൾ കാനാബിസ്. ആൻഡ് എഥിലീന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തെഴുതാം? മെലൺ ആൻഡ് ക്യൂക്കംബർ. അപ്പോ ഇത്രയും ഡിഫറൻസ് അറിയുമെങ്കിൽ നമുക്ക് തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഗിബറലിൻസ് പ്രൊമോട്ട് ദി ഫോർമേഷൻ ഓഫ് ഏത് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്, ഏത് ടൈപ്പ് ഓഫ് flowers? Male flowers. And on genetically ഏത് type of plants? Genetically female plants. And നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എഥിലീന്റെ ഫംഗ്ഷൻ, ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ മെയിൽ പ്ലാന്റ്സ്. ഇത്രയാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ക്ലാസിഫൈ ദ ഫോളോയിങ് പ്ലാന്റ്സ് ഇൻടു ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ് ആൻഡ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. എന്നിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾ എന്തിനാ? ചാമ്പിയം, ഹെൻബെയിൻ എന്ന് പറഞ്ഞാൽ ഹയോസയാമസ് നൈഗർ, സ്പിനാച്ച്, റൈസ്, സ്ട്രോബെറി, ബ്രയോഫില്ലം, സൺഫ്ലവർ, ടൊമാറ്റോ ആൻഡ് മീസ്. അപ്പൊ ഇത്രയും പ്ലാന്റ്സിനെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യണം? ലോങ് ഡേ പ്ലാന്റ് ആയിട്ടും ഷോർട്ട് ഡേ പ്ലാന്റ് ആയിട്ടും ഡേ ന്യൂട്രൽ പ്ലാന്റ് ആയിട്ടും. അപ്പൊ നമുക്ക് ബേസിക്കലി എന്താണ് ഇവർ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ലോങ് ഡേ പ്ലാന്റിന്റെ എക്സാമ്പിൾ അറിയോ, ഷോർട്ട് ഡേ പ്ലാന്റിന്റെ എക്സാമ്പിൾ അറിയോ, ആൻഡ് ഡേ ന്യൂട്രൽ പ്ലാന്റിന്റെ എക്സാമ്പിൾ അറിയോ എന്നാണ് ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് തിങ്, എന്താണ് ലോങ് ഡേ പ്ലാന്റ്? എന്താണ്? പേരിൽ തന്നെ ഉണ്ട് ലോങ് ഡേ. അപ്പോ എന്ത് നമുക്ക് മനസ്സിലാക്കാം? ലോങ് ഡേ റിക്വയർമെന്റ് ഉള്ളതുകൊണ്ടായിരിക്കും ലോങ് ഡേ പ്ലാന്റിനെ അങ്ങനെ വിളിക്കുന്നത്. അപ്പൊ എന്താണ്? ചില പ്ലാന്റ്സിന് സൺലൈറ്റിന്റെ എക്സ്പോഷർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടി വരും. നമുക്കറിയാം എല്ലാ പ്ലാന്റ്സിനും എന്തുണ്ട്? ഒരു ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് ഉണ്ട്. അതായത് ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് എന്താ? മിനിമം ലൈറ്റ് എക്സ്പോഷർ റിക്വയർഡ് ഫോർ എനി കൈൻഡ് ഓഫ് പ്ലാന്റ്. അപ്പൊ ആ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റിന് ലോങ്ങർ ആണ് റിക്വയർമെന്റ് എങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിച്ചു? ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് വിളിച്ചു. ഇനി ഈ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റിൽ നിന്ന് ഷോർട്ടർ പീരീഡ് ഓഫ് റിക്വയർമെന്റ് ആവശ്യമുള്ളെങ്കിൽ, അതായത് എന്താണ്? exposure to light for a period less than critical duration of light ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ഷോർട്ട് ഡേ പ്ലാന്റ്സ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലോങ് ഡേ പ്ലാന്റ്സിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എഴുതാം സം പ്ലാന്റ്സ് റിക്വയറിംഗ് എക്സ്പോഷർ ടു ലൈറ്റ്. അപ്പൊ ഈ ലോങ് ഡേ ഷോർട്ട് ഡേ ഡിവൈഡ് ചെയ്യാനുള്ള മെയിൻ ക്രൈറ്റീരിയ എന്താണ്? എക്സ്പോഷർ ടു ലൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ് റിക്വയർഡ്. അപ്പൊ എക്സ്പോഷർ ടു ലൈറ്റ് ഫോർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ലോങ്ങർ പീരിയഡ് എക്സീഡിങ് അതിന്റെ വെൽ ഡിഫൈൻഡ് ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ്. വെൽ ഡിഫൈൻഡ്
ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ്. CD of L എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ ഓഫ് ലൈറ്റ്. ഇനി ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്തായിരിക്കും? അതിന്റെ ഡിറക്റ്റ് ഓപ്പോസിറ്റ്, അതായത് പ്ലാന്റ്സ് റിക്വയറിംഗ് exposure to light for a period less than critical duration. Less ആണ് അവിടുത്തെ keyword. Less than the critical duration of light required. ഇനി എക്സാമ്പിൾസ് ചോദിക്കുകയാണെങ്കിൽ ലോങ് ഡേ പ്ലാന്റ്സിന് എന്തൊക്കെ എക്സാമ്പിൾ എഴുതാൻ പറ്റും? അത് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. എങ്ങനെ? ഹെൻബെയിൻ ഇസ് എ ലോങ് ഡേ പ്ലാന്റ്, ബ്രയോഫില്ലം ആൻഡ് സ്പിനച്ച്. ഷോർട്ട് ഡേ പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ചോദിക്കാനാണെങ്കിൽ സാന്തിയം പറയാം, റൈസ് പറയാം, സ്ട്രോബെറി പറയാൻ പറ്റും. ഇനി ഇത് ലോങ് ഡേയും ഷോർട്ട് ഡേയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ് ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് എന്നും കൂടി അറിഞ്ഞിരിക്കണം. എന്താണ് ഡേ ന്യൂട്രൽ? പേര് പോലെ തന്നെ ഡേനോട് എങ്ങനെയാണ് ന്യൂട്രൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഇസ് അതിന്റെ എക്സ്പോഷർ ടു ലൈറ്റ് എന്തിനെ എഫക്ട് ചെയ്യുന്നില്ല? അതിന്റെ റിക്വയർമെന്റിനെ എഫക്ട് ചെയ്യുന്നില്ല. റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സം പ്ലാന്റ്സ് റിക്വയർ എക്സ്പോഷർ ടു ലൈറ്റ്. ഇത് എന്തിനുള്ള റിക്വയർമെന്റ് ആണ് പറയുന്നത്? ടു ബി ഏബിൾ ടു ഫ്ലവർ ആൻഡ് ബ്ലോസം ത്രൂ ഔട്ട് ദി ഇയർ. അപ്പോ ഫ്ലവറിങ്ങിനുള്ള റിക്വയർമെന്റ് എന്തില്ല? ഈ ഡേ ന്യൂട്രൽ പ്ലാന്റ്സിന് സ്പെസിഫിക് ആയിട്ട് ഇല്ല. അപ്പോ എക്സ്പോഷർ ടു ലൈറ്റ് ഡസ് നോട്ട് അഫക്ട് ദി ഫ്ലവറിങ്. ഫോർ എക്സാമ്പിൾ ഫ്ലവറിങ്ങിനെ അഫക്ട് ചെയ്യുന്നില്ല. ആൻഡ് അതിന്റെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ സൺഫ്ലവർ, ടൊമാറ്റോ ആൻഡ് മെയ്സ്. ഇത്രയാണ് എന്ത് ലോങ് ഡേ പ്ലാന്റ്സിനെയും ഷോർട്ട് ഡേ പ്ലാന്റ്സിനും ഡേ ന്യൂട്രൽ പ്ലാന്റ്സിനെയും പറ്റി അറിയാനുള്ളത്. അതിന്റെ എക്സാമ്പിളും സ്പെസിഫിക്കലി അറിഞ്ഞിരിക്കണം. ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ സാന്തിയം നമ്മൾ ഏതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പഠിച്ചത്? ഷോർട്ട് ഡേ പ്ലാന്റ്സ്. അപ്പൊ ഞാൻ ഷോർട്ട് ഡേ പ്ലാന്റ്സ് എന്തിൽ മാർക്ക് ചെയ്യുന്നു? ഷോർട്ട് ഡേ പ്ലാന്റ്സിനെ ഞാൻ ഗ്രീനിൽ മാർക്ക് ചെയ്യാം. ഷോർട്ട് ഡേ പ്ലാന്റ്സിൽ ഏതൊക്കെ വരുന്നു? സാന്തിയം വരുന്നു, നമ്മളിപ്പോ പഠിച്ചിരുന്നു. പിന്നെ റൈസ്, സ്ട്രോബെറി വരുന്നു. ഇത്രയും ഷോർട്ട് ഡേ പ്ലാന്റ്സ് വരുന്നു. സാന്തിയം, റൈസ് ആൻഡ് സ്ട്രോബെറി. ഇനി ലോങ് ഡേ പ്ലാന്റ്സിൽ എന്തൊക്കെ വന്നു? ഹെൻബെയിൻ, ബ്രയോഫില്ലം ആൻഡ് സ്പിനച്ച്. ലോങ് ഡേ പ്ലാന്റ്സ് റെഡ് വെച്ച് മാർക്ക് ചെയ്യാം. ഹെൻബെയിൻ, സ്പിനച്ച് ആൻഡ് ബ്രയോഫില്ലം. ബാക്കി മൂന്നെണ്ണം ഏതാണ്? ഡേ ന്യൂട്രൽ പ്ലാന്റ് ആണ്. സൺഫ്ലവർ, ടൊമാറ്റോ ആൻഡ് മെയ്സ് ആർ ഡേ ന്യൂട്രൽ പ്ലാന്റ്സ്. ഞാൻ പർപ്പിളില് മാർക്ക് ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റനിൽ എന്ത് മനസ്സിലാക്കാം? ഈ ക്വസ്റ്റനിലെ ടേക്ക് അവേ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലോങ് ഡേ പ്ലാന്റ്സ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ്, ഡേ ന്യൂട്രൽ പ്ലാന്റ്സ് വിത്ത് ദ ഗിവൺ എക്സാമ്പിൾസ്. പ്രത്യേകിച്ച് NCERT എക്സാംപ്ലർ തന്നെ തന്നതുകൊണ്ട് എന്താണ് നമുക്ക് എക്സാംപ്ലർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസിനോട് അവയർനെസ് ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻസ് അറിയില്ലെങ്കിൽ ഈ എക്സാമ്പിൾസ് നമ്മൾ നോക്കില്ല ഏത് ടൈപ്പിലാണ് വരുന്നതെന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എക്സാമിന് വന്നാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇത് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, a farmer grows cucumber plants in his field. He wants to increase the number of female flowers in them. Which plant growth regulator can be applied to achieve this? അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യന് മുമ്പ് ഓൾറെഡി കണ്ടതാണ്. എന്താണ്? ഫീമെയിൽ ഫ്ലവേഴ്സിന്റെ ഈൽഡ് കൂട്ടണമെങ്കിൽ ഏത് പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ആണ് നമുക്ക് കൊടുക്കേണ്ടത്? എഥിലീൻ. അപ്പൊ എഥിലീൻ എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഇട്ട് കൊടുത്താൽ അത് എന്ത് പ്രൊമോട്ട് ചെയ്യുന്നു? എഥിലീൻ പ്രൊമോട്ട്സ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ ജനറ്റിക്കലി മെയിൽ പ്ലാന്റ്സ്. അതായത് ഇറ്റ് ഹാസ് എ ഫെമിനൈസിങ് എഫക്ട്. അതായത് ഇറ്റ് പ്രൊമോട്ട്സ് ഫീമെയിൽനെസ് അല്ലെങ്കിൽ ഫെമിനൈസിങ് എഫക്ട്. എക്സാമ്പിൾ പൈനാപ്പിൾ ആൻഡ് ക്യൂക്കംബർ. അപ്പൊ ഇതിന് ആൻസർ എന്താ? നമ്മൾ ആ ഫാമർ ഫീമെയിൽ ഫ്ലവേഴ്സ് കൂട്ടണമെങ്കിൽ എഥിലീൻ ഇട്ട് കൊടുക്കുക. thus increasing the feminizing effect or femaleness of the plant. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്യൂക്കംബർ ചോദിച്ചാൽ മാത്രമല്ല പൈനാപ്പിൾ ചോദിച്ചാൽ നമുക്ക് സെയിം ആൻസർ പറയാൻ പറ്റും. 7th ക്വസ്റ്റ്യൻ ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി 8th ക്വസ്റ്റ്യൻ, വേർ ആർ ദി ഫോളോയിങ് ഹോർമോൺസ് സിന്തസൈസ്ഡ് ഇൻ പ്ലാന്റ്സ്? റീജൻസ് ഓഫ് സിന്തസിസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഓരോ ഹോർമോൺസിന്റെ. അപ്പൊ IAA അല്ലെങ്കിൽ ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് വിച്ച് ഇസ് ദ നാച്ചുറൽ ഓക്സിൻ. നാച്ചുറൽ ഓക്സിൻ എവിടെയാണ് കൂടുതൽ സിന്തസിസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? അപ്പെക്സ് ഓഫ് റൂട്ട് ആൻഡ് ഷൂട്ട്. അപ്പെക്സ് ആൻഡ് ഷൂട്ട് ആൻഡ് റൂട്ടിലാണ് കൂടുതൽ സിന്തസൈസ്ഡ് ആവുന്നത്. ആൻഡ് വി ഓൾസോ നോ ദാറ്റ് ഓക്സിൻ ഇൻക്രീസസ് ദി അപ്പൈക്കൽ ഡോമിനൻസ്. അതായത് അപ്പൈക്കൽ ബഡിന്റെ കൂടുതൽ ഗ്രോത്തും കട്ടിംഗ് ഓഫ് അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ദ ഡോർമൻസി ഓഫ് ലേറ്ററൽ ബഡ്, ദസ് റെസ്ട്രിക്റ്റിംഗ് അല്ലെങ്കിൽ ഇൻഹിബിറ്റിംഗ് ദയർ ഗ്രോത്ത്. ഇനി പോയിന്റ് ഓഫ് റിവൈസിംഗ് ആയിട്ട് ഞാൻ ചോദിക്കാൻ, ടു ഓവർകം അപ്പൈക്കൽ ഡോമിനൻസ് നമ്മൾ ഉപയോഗിക്കേണ്ട പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ ഏതാണ്? സൈറ്റോകൈനിൻ.
അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് കിട്ടി? ഇൻഡോൾ 3 അസിറ്റിക് ആസിഡ് നാച്ചുറൽ ഓക്സിൻ ആയതുകൊണ്ട് ഇറ്റ് ഇസ് സിന്തസൈസ്ഡ് ഇൻ ദി അപ്പെക്സ് ഓഫ് റൂട്ട് ആൻഡ് ഷൂട്ട് ഇൻ പ്ലാന്റ്സ്. ആൻഡ് അത് വേറെ റീജിയൻസിലേക്ക് എങ്ങനെ എത്തും? വയ ദി കണ്ടക്ടിങ് ടിഷ്യൂസ്. ഇനി ഗിബറലിൻസിന്റെ എവിടെ നമുക്ക് കാണാൻ പറ്റും സിന്തസിസ്? ഇൻ ദി young leaves, young buds and germinating seedlings. Young leaves, buds, germinating seedlings. ഇത്രയും സ്ഥലത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഗിബറലിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് എന്ന് പഠിച്ചു വെക്കണം. ഇനി ഇതിലെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ജെർമിനേറ്റിംഗ് സീഡ്ലിങ്സ് ആർ ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഇനി സൈറ്റോകൈനിൻ നമുക്ക് എവിടെയാണ് ഉണ്ടാവുന്നത്? അതായത് മെറിസ്റ്റമാറ്റിക് സോൺ, അതായത് കോൺസ്റ്റന്റ് സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്ന സ്ഥലങ്ങൾ, അതായത് മെറിസ്റ്റമാറ്റിക് സോൺ പറയാൻ പറ്റും. ആൻഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും? റൂട്ടിന്റെ സബ് അപ്പൈക്കൽ റീജിയൻ, അപ്പെക്സ് അല്ല സബ് അപ്പൈക്കൽ റീജിയൻ. അപ്പോ മെറിസ്റ്റമാറ്റിക് സോൺ വിച്ച് ഇസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻഡ് റൂട്ടിന്റെ സബ് അപ്പൈക്കൽ. അപ്പോ ഹോർമോൺസിന്റെ റീജിയൻ ഓഫ് സിന്തസിസ് ആണ് ഈ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇൻ ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആൻഡ് ടീ ഗാർഡൻസ് gardeners trim the plants regularly so that they remain bushy. Does this practice have any scientific explanation? എന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം ഗാർഡൻസിലും സീനറി റീക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്കറിയാം എന്താണ്, ചില ബുഷസ് ഷേപ്പില് ട്രിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഡിഫറെന്റ് ഷേപ്സിൽ. ചിലപ്പോൾ സ്ഫെറിക്കൽ ഷേപ്പിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷേപ്പിൽ, വിത്തൗട്ട് ലെറ്റിംഗ് ദം ഓവർ ഗ്രോ. ഇങ്ങനെ ഷേപ്പിൽ ട്രിം ചെയ്ത് വെക്കണമെങ്കിൽ അവർക്ക് ദേ റിക്വയർ കോൺസ്റ്റന്റ് ടച്ചപ്പ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ട്രിമ്മിങ് അതിന് ആവശ്യമുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രാക്ടീസിന് ഇനി സയന്റിഫിക് എക്സ്പ്ലനേഷൻ വിത്ത് റെസ്പെക്ട് ടു പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ടോന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇപ്പൊ 10th ക്വസ്റ്റ്യൻ, ഈ ട്രിമ്മിങ് എന്തിനാണ് ആക്ച്വലി മീൻ ചെയ്യുന്നത് വെച്ചാല്, ഈ ട്രിമ്മിങ് വഴി അവർ ആക്ച്വലി എന്ത് ചെയ്യുന്നു? ദി അപ്പൈക്കൽ ബഡ് ഇസ് ആക്ച്വലി റിമൂവ്ഡ്. അപ്പൊ അപ്പൈക്കൽ ബഡ് അവർ റിമൂവ് ചെയ്യാൻ എൻസ് എപ്പോഴും ട്രിം ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ വാട്ട് ഇസ് ദ യൂസ് ഓഫ് റിമൂവിംഗ് ദിസ് അപ്പൈക്കൽ ബഡ്? ഇറ്റ് റിമൂവ്സ് ദി ഓക്സിൻ. നമുക്കറിയാം അപ്പൈക്കൽ ബഡിലാണ് കൂടുതൽ ഓക്സിൻ ഇസ് സിന്തസൈസ്ഡ്, ആൻഡ് നമുക്ക് അപ്പൈക്കൽ ബഡിലാണ് ഓക്സിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ കാണാൻ പറ്റുന്നത്. അപ്പോ ആ ട്രിമ്മിങ് വഴി അവർ റിമൂവൽ ഓഫ് ഓക്സിൻ ചെയ്യുന്നു ആൻഡ് helps in apical dominance ന്റെ ഓവർകം ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ട്രിമ്മിങ് മെത്തേഡ് വഴി they remove apical bud. ഇനി apical budന്റെ റിമൂവൽ വഴി they remove auxin, thus overcome the phenomenon of apical dominance. And remove apical bud remove ചെയ്യാൻ അവിടുത്തെ ഓക്സിൻ പോവാണെങ്കിൽ it also helps in the removing the inhibition on the lateral buds to be able to grow. അപ്പോ it allows the lateral buds to grow, thus giving the plant a bushy appearance. ഇനി ഈ റിമൂവൽ ഓഫ് ഷൂട്ട് ടിപ്പ് അല്ലെങ്കിൽ അപ്പൈക്കൽ ബഡിനെ നമ്മളൊരു പേര് വിളിക്കും, which is decapitation. അതുകൊണ്ടാണ് ബൊട്ടാനിക്കൽ ഗാർഡൻസിലും ടീ ഗാർഡൻസിലും ഗാർഡനേഴ്സ് റെഗുലർലി ട്രിം ദി പ്ലാന്റ്സ് ടു മേക്ക് ദി പ്ലാന്റ്സ് ബുഷി. ഇത്രയാണ് 10th ക്വസ്റ്റ്യന്റെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. 10th അല്ല 9th ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ഡീകാപ്പിറ്റേഷൻ ആൻഡ് ഈ ട്രിമ്മിങ് മെത്തേഡ് വഴി എന്താണ് സയന്റിഫിക് അതിന്റെ എക്സ്പ്ലനേഷൻ, വാട്ട് ഇസ് ബീങ് ഓവർകം ബൈ ദിസ് ആൻഡ് വാട്ട് ഇസ് അലൗഡ് ബൈ ദിസ്, ആൻഡ് അപ്പിയറൻസിൽ വരുന്ന ഡിഫറൻസ്. 10th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ലൈറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ലൈഫ് ഓഫ് ഓൾ ഓർഗാനിസംസ്. നെയിം എനി 3 ഫിസിയോളജിക്കൽ പ്രോസസ്സസ് ഇൻ പ്ലാന്റ്സ് വിച്ച് ആർ അഫക്റ്റഡ് ബൈ ലൈറ്റ്. ഇതെന്താണ്? ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നമ്മളിപ്പോ ഓൾറെഡി 3 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. നമ്മള് പ്ലാന്റ്സിന്റെ ഇതായിട്ട് മോർഫോളജി ചെയ്തിട്ട് തുടങ്ങി, പിന്നെ അനാറ്റമി പഠിച്ചു, പിന്നെ അതിന്റെ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് നടക്കുന്നത് പഠിച്ചു, ആൻഡ് പ്ലാന്റ് ഫിസിയോളജിയിൽ ആദ്യത്തെ മെയിൻ പ്രോസസ് ഫോട്ടോസിന്തസിസ് പഠിച്ചു, അത് കഴിഞ്ഞ് റെസ്പിറേഷൻ പഠിച്ചു, എന്നിട്ടാണ് ഇപ്പോൾ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺ പഠിക്കുന്നത്. അപ്പൊ നമ്മളോട് ഇപ്പൊ ചോദിച്ചാൽ ലൈറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫിസിയോളജിക്കൽ പ്രോസസ്സസ് എന്തൊക്കെയാണ്? നെയിം 3 എന്നാണ് ക്വസ്റ്റ്യൻ.
നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഫോട്ടോസിന്തസിസ് ബീങ് ദി മാനുഫാക്ചറിങ് ഓഫ് ഫുഡ്. അതെങ്ങനെയാണ്? ഇറ്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ലൈറ്റ് എനർജി. കാരണം എന്താ? ക്ലോറോഫിൽ റിക്വയർസ് ലൈറ്റ് എനർജി. എന്തിനാന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എന്തിനാണ്? ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് നടത്തുക, ഇലക്ട്രോൺ എക്സൈറ്റ്മെന്റ് നടത്തുക, ആൻഡ് ലൈറ്റ് റിയാക്ഷനിൽ ലൈറ്റ് എങ്ങനെയാണ് യൂസ്ഫുൾ. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബൈ പ്രോഡക്ട്സ് വെച്ചാണ് ഡാർക്ക് റിയാക്ഷൻ നടത്തുക എന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ ഫോട്ടോസിന്തസിന് ലൈറ്റ് റിക്വയർമെന്റ് ഉണ്ട്. ഇനി നമ്മൾ ഓൾസോ പഠിച്ചതാണ് ഈ ചാപ്റ്ററിൽ. എങ്ങനെ? നമുക്കറിയാം, നമ്മൾ സൺലൈറ്റ് കൊടുത്താൽ ആ കൊടുക്കുന്ന ഡിറക്ഷനിൽ പ്ലാന്റ്സ് ഒരു ഡിറക്ഷണൽ ഗ്രോത്ത് കാണിക്കും. ഐദർ ടുവേർഡ്സ് ദി ലൈറ്റ് സോഴ്സ്, അല്ലെങ്കിൽ ചില പ്ലാന്റ്സ് അവേ ഫ്രം ദി സോഴ്സ് ഓഫ് ലൈറ്റ്. അപ്പൊ ബേസ്ഡ് ഓൺ ദിസ് റെസ്പോൺസ് ടുവേർഡ്സ് സൺലൈറ്റ് നമുക്ക് എന്ത് എക്സിബിറ്റ് ചെയ്യുന്ന പറയും? പ്ലാന്റ്സ് എക്സിബിറ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം. അപ്പൊ ലൈറ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വേറെ ഫിസിയോളജിക്കൽ പ്രോസസ് എന്താണ്? ഗ്രോത്ത്. ആൻഡ് ഗ്രോത്ത് എങ്ങനെയാണ് കാണിക്കുന്നത്? ഒന്നുകിൽ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം. പ്ലാന്റ്സ് എക്സിബിറ്റ് ഡിറക്ഷണൽ ഗ്രോത്ത്. ഇനി തേർഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലൈറ്റ് റിക്വയർമെന്റ് ഉള്ള പ്രോസസ് വിച്ച് ഇസ് പ്ലാന്റ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്. റീപ്രൊഡക്ഷൻ കഴിഞ്ഞ് ഫ്ലവറിങ്. നമ്മളിപ്പോ ഓൾറെഡി കണ്ടു ലോങ് ഡേ പ്ലാന്റ്, ഷോർട്ട് ഡേ പ്ലാന്റ്സ് ഒക്കെ. അവരില് ഫ്ലവറിങ് എങ്ങനെയാണ്? ഡിപ്പെൻഡന്റ് ഓൺ ദി എക്സ്പോഷർ ടു ലൈറ്റ്. അപ്പൊ ഫ്ലവറിങ് എങ്ങനെയാണ്? ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ ടു ലൈറ്റ് ഇൻഫ്ലുവൻസസ് ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ്. ആൻഡ് ഈ ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഓഫ് പ്ലാന്റ്സ് ടു ലൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോട്ടോ പീരിയോഡിസം. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എനി 3 പ്രോസസ് വേർ സൺലൈറ്റ് ഇസ് റിക്വയർഡ് അല്ലെങ്കിൽ എസെൻഷ്യൽ. എന്ത് പറയാൻ പറ്റും? ഫോട്ടോ പീരിയോഡിസം പറയാൻ പറ്റും, ഫോട്ടോട്രോപ്പിസം പറയാൻ പറ്റും, ആൻഡ് ഫോട്ടോസിന്തസിസ്. ഈ മൂന്നിലും എന്തുണ്ട്? ഫോട്ടോ എന്ന് പറഞ്ഞ ടേമും ഉണ്ട്, വിച്ച് ഇസ് ബേസിക്കലി ലൈറ്റ്. അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും. എങ്ങനെ? ഫോട്ടോസിന്തസിനും ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും ലൈറ്റ് ഇസ് അറ്റ് മോസ്റ്റ് റിക്വയർഡ്. ഇനി 11th question. In the figure of sigmoid growth curve given below, label segments 1, 2 and 3. Sigmoid growth curve നമ്മൾ ഇന്നലെയും ഒരു ക്വസ്റ്റനിൽ പഠിച്ചതാണ്. സിഗ്മോയിഡ് ഗ്രോത്ത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ഈ y ആക്സിസ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ എന്ത് സൈസ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ഓർഗൻ അല്ലെങ്കിൽ ആ ഗ്രോത്തിന്റെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ആണെങ്കിൽ എക്സ് ആക്സിസ് ടൈം ആണ് കാണിക്കുന്നതെങ്കിൽ we can draw sigmoid growth curve as ആദ്യം ഒരു ലാഗ് ഫേസ് വേർ അധികം വിത്ത് റെസ്പെക്ട് ടു ടൈം ഗ്രോത്ത് കാണുന്നില്ല. ആൻഡ് സഡൻലി ഇറ്റ് ഷൂട്ട് അപ്പ് ചെയ്തൊരു ലോഗ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ് കാണാണ് വേർ ഇമ്മൻസ് ഗ്രോത്ത് സീൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഷോർട്ടർ ടൈമിൽ മോർ ഗ്രോത്ത് കണ്ടു. അത് കഴിഞ്ഞ് അഗെയിൻ ഒരു സ്റ്റേഷനറി ഫേസിലേക്ക് പോവാണ്, വിച്ച് ഇസ് സ്റ്റേഷനറി ഫേസ്. അതിൽ എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആവാണ്. നോ മോർ ഗ്രോത്ത് സീൻ വിത്ത് റെസ്പെക്ട് ടു പാസിംഗ് ടൈം. അപ്പോ ക്വസ്റ്റനിൽ ഇതെന്ത് എങ്ങനെ ലേബിൾ ചെയ്യാൻ പറ്റും? 1 being the lag phase, 2 എന്താണ്? എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ലോഗ് ഫേസ്, 3 എന്ന് പറയുന്നത് സ്റ്റേഷനറി ഫേസ്. ഇനി ഇത് ഏത് ഗ്രോത്ത് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സിഗ്മോയിഡ് ഗ്രോത്ത് കർവ്. ഇത് ലേബിൾ ചെയ്യാൻ അറിഞ്ഞിരിക്കാം. ഇനി 12th ക്വസ്റ്റനിലേക്ക് വരികയാണെങ്കിൽ, growth is one of the characteristic of all living organisms. Do unicellular organisms also grow? If so, what are the parameters? ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഗ്രോത്തിനെ പറ്റിയാണ് ചോദിച്ചിരുന്നത്. ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഫസ്റ്റ് നമ്മളോട് ഗ്രോത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത്. വൺ ഓഫ് ദി ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലിവിംഗ് ഓർഗാനിസംസ്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഡു യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഓൾസോ ഗ്രോ? നമുക്ക് എന്ത് പറയാൻ പറ്റും? വാട്ട് ഇസ് ഗ്രോത്ത് എന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ്? മോസ്റ്റ് ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക് ആര് കാണിക്കുന്ന? ഓഫ് ലിവിംഗ് ഓർഗാനിസം. ഇനി ഹൗ ഡു വി ക്യാരക്ടറൈസ് ഗ്രോത്ത് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറിവേഴ്സിബിൾ പെർമനന്റ് ഇൻക്രീസ് ഇൻ സൈസ്. ക്യാരക്ടറൈസ്ഡ് ബൈ കീവേഡ്സ് ആണ് ഇറിവേഴ്സിബിൾ, പെർമനന്റ്
increase in size. ഇനി ഈ സൈസ് എന്തിന്റെ ടേംസിലൊക്കെ നമുക്ക് പറയാം? either ഇൻഡിവിജ്വൽ സെല്ലിന്റെ ടേംസിൽ പറയാം, അല്ലെങ്കിൽ എനി പാർട്ട് ഓഫ് ദി ബോഡി ഓഫ് ലിവിങ് ഓർഗാനിസം, അല്ലെങ്കിൽ എനി ഓർഗന്റെ ടേംസിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഹോൾ ഓർഗാനിസമിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? ഇൻക്രീസ് ഇൻ സൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഓൾ ദിസ് ഹാപ്പൻസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി ഇത്രയും നമുക്ക് ബേസിക്കലി ഗ്രോത്തിനെ പറ്റി പറയാനുള്ള കുറച്ച് സാധനങ്ങളാണ്, ഫാക്ട്സ് ആണ്. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസമില് ഗ്രോത്ത് കാണുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ അമീബന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എങ്ങനെ അമീബ ബൈനറി ഫിഷൻ നടത്തി എന്തുണ്ടാക്കുന്നുണ്ട്? ഡോട്ടർ സെൽസ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു പോയിന്റും കൂടെ തന്നിട്ടുണ്ട്. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം നമുക്ക് എന്താണ് ഗ്രോത്തും റീപ്രൊഡക്ഷനും വേറെ വേറെ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഒരു സിംഗിൾ സെല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗ്രോത്ത് ഇസ് ഓൾമോസ്റ്റ് സിനോണിമസ് വിത്ത് ദി റീപ്രൊഡക്ഷൻ. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ദേ ഡിവൈഡ് ടു പ്രൊഡ്യൂസ് ഡോട്ടർ സെൽസ്. ഇനി ഇൻ ദം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഗ്രോത്ത് ഇസ് സിനോണിമസ് വിത്ത് റീപ്രൊഡക്ഷൻ. ആൻഡ് അത് കഴിഞ്ഞ് എന്ത് പറ്റും? ഉണ്ടായി വരുന്ന ഡോട്ടർ സെൽസ് അഗെയിൻ ഗ്രോ ചെയ്യും. ആൻഡ് അവരുടെ ഗ്രോത്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പ്രോട്ടോപ്ലാസം ഗ്രോത്ത് വെച്ച് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ സെല്ലിന്റെ ഗ്രോത്ത് വെച്ച്. ആദ്യം സ്മോളർ ഇൻ സൈസ് ആയിരിക്കും, അത് കഴിഞ്ഞ് പ്രോട്ടോപ്ലാസം പതുക്കെ പതുക്കെ ഗ്രോ ചെയ്യും. ആൻഡ് ഈ അക്യുമുലേഷൻ ഓഫ് പ്രോട്ടോപ്ലാസം കഴിഞ്ഞ് ഫൈനലി അവർ അഗെയിൻ ഡിവൈഡ് ചെയ്യും ടു പ്രൊഡ്യൂസ് their own daughter cells. ഗ്രോത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഇഫ് സോ വാട്ട് ആർ ദ പാരാമീറ്റേഴ്സ് എന്നും കൂടി ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനില്. ഇപ്പൊ പാരാമീറ്റേഴ്സ് ഓഫ് ഗ്രോത്ത് ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം നമുക്ക് എന്ത് പറയാൻ പറ്റും? എല്ലാ ഓർഗാനിസമിലും കാണുന്ന പോലെ തന്നെ പാരാമീറ്റേഴ്സ് ഓഫ് ഗ്രോത്ത് ക്യാൻ ബി ഒന്ന് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ്, അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ മാസ്. ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ മാസ്. ഇനി ഈ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുക? നമ്മുടെ സെൽ കൾച്ചർ അണ്ടർ ദി മൈക്രോസ്കോപ്പ് നോക്കുമ്പോൾ നമുക്ക് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് സെൽസ് ഈസിലി ഒബ്സർവബിൾ ആയിട്ട് കാണാൻ പറ്റും, ഈവൻ ഇൻ മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ഓർഗാനിസം. ആൻഡ് ഇൻക്രീസ് ഇൻ മാസ് വെരി സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് എന്തിൽ കാണാൻ പറ്റുന്നില്ല? മൾട്ടി സെല്ലുലാർ ഓർഗാനിസമിൽ കാണുന്നത് പോലെ നമുക്ക് യൂണിസെല്ലുലാർ കാണാൻ പറ്റില്ല. സ്റ്റിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഡോട്ടർ സെൽസ് ഓൺ മെച്ചോറേഷൻ അല്ലെങ്കിൽ മെച്ചോർഡ് വൺസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അതിൽ ഒരു ഇൻക്രീസ് ഇൻ മാസ് ഇൻവോൾവ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് പാരാമീറ്റേഴ്സ് ഓഫ് ഗ്രോത്ത് ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം. ഇത്രയാണ് 12th ക്വസ്റ്റ്യന്റെ ആൻസർ. 13th ക്വസ്റ്റ്യൻ, the rice seedlings infected with the fungus Gibberella fujikuro is called foolish seedlings. What was the reason behind it? അപ്പോ Gibberella fujikuro എന്ത് ചെയ്തു? ഇതൊരു ഫംഗസ് ആണ്. ബീങ് എ ഫംഗസ് ഇറ്റ് ഇൻഫെക്റ്റഡ് റൈസ് പ്ലാന്റ്. ആൻഡ് റൈസ് പ്ലാന്റ് ഇൻഫെക്ട് ചെയ്തിട്ട് ഓൺ ഇൻഫെക്ഷൻ ഇത് എന്താണ് റിസൾട്ട് ചെയ്തത്? ഓൺ ഇൻഫെക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി Gibberella fujikuro ഒരു സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, which is gibberellic acid. Fungi produces gibberellic acid, and gibberellic acid higher amounts ലായാൽ it causes higher growth അല്ലെങ്കിൽ higher or uncontrollable growth of rice plants. And ഈ higher അല്ലെങ്കിൽ uncontrollable growth നമുക്ക് ഏത് ടേംസിലാണ് പറയാൻ പറ്റുക? abnormal increase in internodal area നമുക്ക് കാണാൻ പറ്റി. abnormal increase in internodal area. അപ്പൊ എന്ത് പറ്റി? റൈസ് പ്ലാന്റ് abnormally tall ആയിട്ട് നമുക്ക് കാണാൻ പറ്റി than the normal ones. And finally abnormally tall ആയിട്ട് it led to the death of rice plants. അപ്പൊ ഈ abnormally tallനെ foolishly tall എന്നാണ് അവർ വിളിച്ചത്. അതായത് നോർമലിനെ കാട്ടിയും abnormally tall which led to its own death. അപ്പൊ എന്ത് പറ്റി? റൈസ് സീഡ്ലിങ്സ് ഇൻഫെക്റ്റഡ് വൺസിനെ നമ്മൾ foolish seedlings എന്ന് വിളിച്ചു, because they had abnormal increase in internodal surface area and uncontrollable growth, which led to them being foolishly tall or abnormally tall, finally leading to its own death. ഇതാണ് the reason behind calling them foolish seedlings. അപ്പോൾ അവർ abnormally tall ആയി, and ഏതൊരു പ്ലാന്റിന്റെ മെയിൻ ഫംഗ്ഷൻ പോലെ they were unable to produce seed.
ഗ്രോത്ത് എല്ലാം എക്സസീവ്ലി കാണിച്ചു, പക്ഷെ മെയിൻ ഫംഗ്ഷൻ റീപ്രൊഡക്ഷൻ അവർക്ക് കാണിക്കാൻ പറ്റിയില്ല. അൺഎബിൾ ടു പ്രൊഡ്യൂസ് സീഡ്സ്, ദസ് ബീങ് കോൾഡ് ഫൂളിഷ്. ഇത്രയാണ് 13th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിക്കോട്ടിയാന ടുബാക്കം ഷോർട്ട് ഡേ പ്ലാന്റ്. അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക. ഷോർട്ട് ഡേ പ്ലാന്റ് എക്സാമ്പിൾ ഇതും കൂടി ആഡ് ചെയ്ത് വെക്കുക, കാരണം എന്താ NCERT തന്നെ ഒരു ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്തതുണ്ട്. അപ്പോൾ നിക്കോട്ടിയാന ടുബാക്കം a short day plant when exposed to more than critical period of light fails to flower. Explain എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഒന്നാമത്തെ കാര്യം, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് നിക്കോട്ടിയാന ടുബാക്കം എന്ന് പറഞ്ഞ പ്ലാന്റ് ഷോർട്ട് ഡേ പ്ലാന്റ് ആണ്. അപ്പൊ എന്താണ് അവർക്ക് ഫോട്ടോ പീരിയഡ് റിക്വയർമെന്റ് ഇസ് ഷോർട്ടർ ദാൻ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ. ഇപ്പൊ റിക്വയർമെന്റ് ഇസ് ഷോർട്ടർ ആരിൽ നിന്ന്? ദാൻ ദി ക്രിട്ടിക്കൽ ഫോട്ടോ പീരിയഡ്. അപ്പൊ അവർക്ക് എന്ത് വേണം? ചെറിയ ലൈറ്റ് എക്സ്പോഷർ മാത്രം മതി ദാൻ ദി ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ. അപ്പൊ അവർക്ക് ഓവർ എക്സ്പോഷർ വന്നാൽ അവരെന്ത് ചെയ്യും? ദേ വോണ്ട് ഫ്ലവർ. അപ്പോ ഓൺ എക്സ്പോഷർ ടു ലൈറ്റ് ഫോർ ലോങ്ങർ പീരീഡ് ഇവർക്ക് എന്താ പറ്റുന്ന വെച്ചാല് അവർക്ക് ബേസിക്കലി വേണ്ട ഒരു ബേസൽ എമൗണ്ട് ഓഫ് റിലേറ്റീവ് റിക്വയർമെന്റ് ഉണ്ട് ഫോർ ഡാർക്ക് പീരീഡ്. അത് അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ റിക്വയർമെന്റ് ഫോർ ഡാർക്ക് പീരീഡ് റിഡക്ഷൻ വന്നാലും അവർക്ക് എന്ത് പറ്റും? ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ബേസിക് റിക്വയർമെന്റ് ഫ്ലവറിങ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലോങ്ങർ എക്സ്പോഷർ ടു ലൈറ്റ് കിട്ടിയാല് they won't flower. And the main reason being because relative requirement for darker period ഉണ്ട്. അത് basically longer ആണ് in short day plants. അതുകൊണ്ടാണ് അവർ short day ആണ്, longer dark requirement ഉണ്ട്. Relative requirement for dark period gets reduced. ഇനി ഇതേ സമയം ഇത് ലോങ് ഡേ പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചെങ്കിൽ ലോങ് ഡേ പ്ലാന്റ്സിന് എങ്ങനെയാണ്? മോർ റിക്വയർമെന്റ് ഓഫ് ലൈറ്റ് വേണം, ലൈറ്റ് ഉള്ള പീരീഡ് ലോങ്ങർ ആയിരിക്കണം. ഇനി അവർക്ക് ലൈറ്റ് പീരീഡ് ഷോർട്ടർ ആയാലും അവർ ഫ്ലവർ ചെയ്യില്ല. ഇനി ഷോർട്ട് ഡേ പ്ലാന്റ്സിന് മോർ ഡാർക്ക് പീരീഡ് റിക്വയർമെന്റ് ആണ് വേണ്ടത്. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ, അത് മീറ്റ് ചെയ്തില്ലെങ്കിലും ഇവര് ഫ്ലവർ ചെയ്യില്ല. പിന്നെ ഡേ ന്യൂട്രൽ പ്ലാന്റിന് എങ്ങനെ കൊടുത്താലും എന്ത് ചെയ്യും? അവര് ഫ്ലവർ ചെയ്യുന്നതായിരിക്കും. ഇത്രയാണ് ഷോർട്ട് ആൻസർ ടൈപ്പിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദി സ്ട്രക്ചറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തന്നിരിക്കുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസ് നിയർ റൂട്ട്, സെൽസ് ഇൻ ദി ഇലോങ്ങേഷൻ സോൺ ഓഫ് ദി റൂട്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് സ്ട്രക്ചറൽ ക്യാരക്ടേഴ്സ് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 2 ഷോർട്ട് ആൻസർ ടൈപ്പില് ക്വസ്റ്റ്യൻ നമ്പർ 2 മെരിസ്റ്റമാറ്റിക് ടിഷ്യൂന്റെ സെൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അവരുടെ ഫസ്റ്റ് ഒരു സെൽ എടുത്ത് നോക്കുകയാണെങ്കിൽ സെല്ലിൽ എന്തൊക്കെ കാണും? സെല്ലിൽ സൈറ്റോപ്ലാസം ഉണ്ട്, അതിന്റെ നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ആൻഡ് ഒരു സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി പ്രോട്ടോപ്ലാസം എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ എൻഡിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂന്റെ സെൽസിന് ഫസ്റ്റ് അവരുടെ സെൽ വാൾ എങ്ങനെയായിരിക്കും? തിൻ പ്രൈമറി സെല്ലുലോസിക് സെൽ വാൾ. ഇനി ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ല് നോക്കുകയാണെങ്കിൽ അവരുടെ ഇന്റർ സെല്ലുലാർ സ്പേസ് എങ്ങനെയായിരിക്കും? അവർക്ക് ഇന്റർ സെല്ലുലാർ സ്പേസ് ആബ്സെന്റ് ആണ്. ദേ ഹാവ് നോ ഇന്റർ സെല്ലുലാർ സ്പേസ്. ഇനി ബാക്കിയുള്ള സെൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ ന്യൂക്ലിയസ് എങ്ങനെയാണ്? ന്യൂക്ലിയസ് ഇസ് ലാർജ് ന്യൂക്ലിയസ് ആയിരിക്കണം. തേർഡ് പോയിന്റ് ബീങ് ലാർജ് ന്യൂക്ലിയസ്. ഇനി അടുത്തെന്താ? സൈറ്റോപ്ലാസ്മിൽ നമുക്കറിയാം പ്ലാന്റ്സിന് വലിയൊരു വാക്യൂൾ ഉണ്ട്. ഇനി ഈ വാക്യൂൾ ഇവരിലെ മെരിസ്റ്റമാറ്റിക് സെൽസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സ്മോൾ ഇൻ നമ്പർ, ഫ്യൂ ചെറിയ സ്മോൾ വാക്യൂൾസ്, അല്ലെങ്കിൽ ഓൾ ടുഗെദർ ദേ ആർ ആബ്സെന്റ് ഓർ ആബ്സെന്റ് വാക്യൂൾസ്. ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്കുള്ള കണക്ഷനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? പ്ലാസ്മോഡെസ്മേറ്റ. അവരിൽ മെരിസ്റ്റമാറ്റിക് സെൽസിൽ പ്ലാസ്മോഡെസ്മേറ്റ എന്ന് പറയുന്ന കണക്ഷൻസ് എങ്ങനെയായിരിക്കും? അബണ്ടന്റ് ആയിരിക്കും. അബണ്ടന്റ് പ്ലാസ്മോഡെസ്മേറ്റ കണക്ഷൻസ്. ഇനി ന്യൂക്ലിയസ് ലാർജർ എന്ന് പറഞ്ഞു. അവർ ന്യൂക്ലിയസിന്റെ ചുറ്റും കാണുന്ന എന്ത്? പ്രോട്ടോപ്ലാസം എങ്ങനെയായിരിക്കും? മെരിസ്റ്റമാറ്റിക് സെൽസിൽ they have rich protoplasm. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് നമ്മള് ഒരു ഡയഗ്രം, സെല്ലിന്റെ ഡയഗ്രം മനസ്സിലാലോചിക്കുക. എന്നിട്ട് അറ്റത്ത് തുടങ്ങുക. സെല്ലിന്റെ സെൽ വാൾ എങ്ങനെയായിരിക്കും? തിൻ സെല്ലുലോസിക്. അത് കഴിഞ്ഞ് ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്കുള്ള സ്പേസ് എങ്ങനെയാ? ആബ്സെന്റ് ആണ്. അത് കഴിഞ്ഞ് ന്യൂക്ലിയസ് നോക്കുകയാണെങ്കിൽ അത് ലാർജർ ആയിരിക്കും. പ്രോട്ടോപ്ലാസം അതും ഇമ്മൻസ് ആയിരിക്കും ആൻഡ് റിച്ച് ആയിരിക്കും. ആൻഡ് ബാക്കിയുള്ള എന്താ? പ്ലാസ്മോഡെസ്മേറ്റൽ കണക്ഷൻ ബിറ്റ്വീൻ ദ സെൽസ് കണക്ഷൻസ് കൂടുതലായിരിക്കും. ആൻഡ് അവരിലെ വാക്യൂൾസ് ഫ്യൂ, സ്മോൾ അല്ലെങ്കിൽ ഓൾ ടുഗെദർ ആബ്സെന്റ് ആയിരിക്കും. ഇത്രയും മെരിസ്റ്റമാറ്റിക് സെൽസിൽ.
ഇനി സെക്കൻഡ് സബ് പാർട്ട് ചോദിച്ചത് ഇലോങ്ങേഷൻ സോണില് സെൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവരില് മെയിൻ 3 ഡിഫറൻസ് ആണ് നമുക്ക് പറയാം വിത്ത് റെസ്പെക്ട് ടു മെരിസ്റ്റമാറ്റിക് സെൽസ്. അവരില് വാക്യൂൾസ്, ദേ ആർ ലാർജ് നമ്പർ ഓഫ് വാക്യൂൾസ്. പിന്നെ ഇലോങ്ങേഷൻ ആവുമ്പോൾ ഇലോങ്ങേഷൻ കാണിക്കുമ്പോൾ പ്ലാന്റ്സ് ദേ ഷോ ന്യൂ സെൽ വാൾ ഡെപ്പോസിഷൻ. തിൻ സെല്ലുലോസിക് സെൽ വാൾ എന്ന് മാറി കൂടുതൽ ഡെപ്പോസിഷൻ വന്ന് തിക്കർ ആവാൻ പോവാണ് അവർ. ആൻഡ് സെൽസ് ആർ ഓൾ ടുഗെദർ എൻലാർജ്ഡ്. ഇത്രയും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇലോങ്ങേഷൻ സോണില്, അതായത് റൂട്ടിലെ ഇലോങ്ങേഷൻ സോൺ കാണിക്കുമ്പോൾ എന്താണ് ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റും. ഓവറോൾ സെല്ലിന്റെ സൈസ് അല്ലെങ്കിൽ ഡയമെൻഷൻ കൂടുന്നു, വാക്യൂളേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് വാക്യൂൾസ് കൂടുന്നു, ആൻഡ് ഡെപ്പോസിഷൻ ഓഫ് ന്യൂ സെല്ലുലോസിക് സെൽ വാൾസ്. ഇത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് does the growth pattern in plants differ from that in animals? Do all the parts of plant grow indefinitely? If not, name the regions of plant which can grow indefinitely. Growth pattern in plants versus animals ആണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. ഗ്രോത്ത് പാറ്റേൺസ് നമുക്ക് എങ്ങനെ ഡിഫർ ചെയ്യുന്നു പറയാൻ പറ്റും? അതായത് നമുക്കറിയാം പ്ലാന്റ്സിന് എങ്ങനെയാണ്, ദേ ഹാവ് മെരിസ്റ്റമാറ്റിക് സെൽസ്, ആൻഡ് മെരിസ്റ്റമാറ്റിക് സെൽസ് ഉള്ളതുകൊണ്ട് തന്നെ ദേ ഷോ അൺലിമിറ്റഡ് ഗ്രോത്ത്. സംടൈംസ് ദേ ഷോ അൺലിമിറ്റഡ് ഗ്രോത്ത് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് മെരിസ്റ്റമാറ്റിക് സോൺ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെൽ. ഇനി ആ മെരിസ്റ്റമാറ്റിക് സോണില് ലോക്കലൈസ്ഡ് ആയിട്ട് അവരെന്ത് ചെയ്യും? ഇമ്മൻസ് ഗ്രോത്ത് കാണിക്കും. മെരിസ്റ്റമാറ്റിക് സോൺ അല്ലാത്ത ഭാഗത്ത് അവർ നോർമൽ ഗ്രോത്തും കാണിക്കും. പക്ഷെ ആനിമൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇൻ ഓൾ ആനിമൽസ് ഗ്രോത്ത് സ്റ്റോപ്സ് അറ്റ് എ സർട്ടൻ ഏജ്. അല്ലാണ്ട് അൺലിമിറ്റഡ് ഗ്രോത്ത് ആസ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് നമുക്കറിയാം ആദ്യം ഗ്രോത്ത് തുടങ്ങും, പിന്നെ സ്റ്റോപ്പ് ചെയ്യും, ആൻഡ് ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ സെക്കൻഡറി ഗ്രോത്ത് ഓൾസോ. പക്ഷെ അങ്ങനെ നമുക്ക് ആനിമൽസിന് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒബ്വിയസ്ലി ഗ്രോത്ത് പാറ്റേൺ ഇൻ പ്ലാന്റ്സ് ഇസ് ഡിഫറെന്റ് ഫ്രം ആനിമൽസ്. കാരണം എന്താ? പ്ലാന്റിന്റെ ഗ്രോത്തിന് ദേ ഹാവ് അൺലിമിറ്റഡ് ഗ്രോത്തിനുള്ള കപ്പാസിറ്റി. ദേ റീറ്റെയിൻ കപ്പാസിറ്റി ഫോർ അൺലിമിറ്റഡ് ഗ്രോത്ത് ത്രൂ ഔട്ട് their life. ഇത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു പ്രസൻസ് ഓഫ് മെരിസ്റ്റംസ് അറ്റ് certain locations. എല്ലാ സ്ഥലത്തുള്ള certain ലൊക്കേഷനിൽ സെലക്ടഡ് റീജിയൻസിൽ അവർക്ക് മെരിസ്റ്റംസ് ഉണ്ട്, ആൻഡ് ഈ മെരിസ്റ്റംസ് ദേ ഡിവൈഡ് ആൻഡ് സെൽഫ് പെർപെച്വേറ്റ് ഫോർ എവർ. അൺലിമിറ്റഡ് ഗ്രോത്ത് പോസിബിൾ ആക്കാൻ. ആൻഡ് ദേ ഷോ എന്ത് ചെയ്തു? നമുക്കറിയാം ന്യൂ സെൽസ് ആർ ഓൾവേസ് ബീങ് ആഡഡ് ടു ദി പ്ലാന്റ് ബോഡി ബൈ ദി ആക്ടിവിറ്റി ഓഫ് മെരിസ്റ്റം. അപ്പോൾ ദിസ് പ്രോസസ് ഇൻ വിച്ച് ന്യൂ സെൽ ഇസ് ഓൾവേസ് ആഡഡ് ഓർ ദർ ഇസ് എ കപ്പാസിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് അഡിഷൻ ഓഫ് ന്യൂ സെൽസ് ഓൾ ഓവർ ദർ ലൈഫ്, അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത്. അപ്പൊ പ്ലാന്റ്സ് എന്ത് എക്സിബിറ്റ് ചെയ്യുന്നു? ദേ ഷോ ആൻ ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആനിമൽസിൽ നിന്ന് ദെയർ ഫിസിയോളജി ഇസ് ഡിഫറെന്റ്. ആനിമൽസിൽ എങ്ങനെയാണ്? ഗ്രോത്ത് സ്റ്റോപ്സ് അറ്റ് എ സർട്ടൻ ഏജ്. ഇത്രയാണ് ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ പ്ലാന്റ്സിന്റെ ഗ്രോത്തും ആൻഡ് ആനിമൽസിന്റെ ഗ്രോത്തും. ഇനി സെക്കൻഡ് പാർട്ട് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, വിച്ച് ഇസ് ഇഫ് നോട്ട് നെയിം ദ റീജിയൻസ് ഓഫ് പ്ലാന്റ് വിച്ച് കൻ ഗ്രോ ഇൻഡെഫിനിറ്റ്ലി. അപ്പോൾ എന്ത് റീജിയൻസ് ആണ് പ്ലാന്റ്സിന്റെ ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് കാണിക്കുന്നത്? വിച്ച് ഇസ് മെരിസ്റ്റംസ് ഗ്രോ ഇൻഡെഫിനിറ്റ്ലി. ആൻഡ് ഈ ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് കാണിക്കുന്നത് എല്ലാ പാർട്സിലും പ്ലാന്റ്സ് കാണിക്കില്ല. ഓൾ പ്ലാന്റ് പാർട്സ് ഡോണ്ട് ഗ്രോ ഇൻഡെഫിനിറ്റ്ലി. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കണ്ടെയ്നിങ് റീജിയൻ മാത്രമേ ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് കാണിക്കുന്നുള്ളൂ. ആൻഡ് ഓൺ ദി ബേസ് ഓഫ് ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ നമ്മൾ മെരിസ്റ്റംസിനെ 3 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 types. എന്തിൽ based on location and function. എന്തായിരിക്കും? ഫസ്റ്റ്, ഏറ്റവും അപ്പെക്സിൽ അല്ലെങ്കിൽ റൂട്ട് ടിപ്പിലും ഷൂട്ട് ടിപ്പിലും ഒക്കെ കാണുന്ന പ്ലാന്റിനെ നമ്മൾ പ്ലാന്റ് പാർട്ടിനെ അല്ലെങ്കിൽ മെരിസ്റ്റമിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? അപ്പൈക്കൽ മെരിസ്റ്റം. ഇനി നോഡ്സ് ഓഫ് സ്റ്റെമ്മിൽ കാണാൻ പറ്റുന്ന മെരിസ്റ്റമിനെ, അതായത് സ്റ്റെമ്മിൽ എടുത്തു നോക്കിയാൽ അതിൽ നോഡ് എന്ന് പറഞ്ഞ റീജിയൻസ് ഉണ്ട്. ആ നോഡ്സിൽ കൂടുതലായിട്ട് കാണുന്ന മെരിസ്റ്റമിനെ നമ്മൾ ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് വിളിച്ചു. ആൻഡ് ഐദർ സൈഡ്സ് ഓഫ് ദി പ്ലാന്റ്, ലോങ് പ്ലാന്റിനെ എടുത്തു നോക്കിയാൽ ഐദർ സൈഡ്സിൽ കാണുന്നതിനെ ലേറ്ററൽ മെരിസ്റ്റം എന്ന് വിളിച്ചു. ഇപ്പൊ ഒരു പ്ലാന്റ് എടുക്കാണ്, ആൻഡ് പ്ലാന്റിന് എന്തുണ്ട്? സ്റ്റെം ഉണ്ട്, ഇതാണ് ദ ഹോൾ സ്റ്റെം. അതിനൊരു അപ്പെക്സ് ഉണ്ട്, അതായത് ഗ്രോത്ത് കാണിക്കുന്ന അപ്പൈക്കൽ റീജിയൻ ഉണ്ട്. ആൻഡ് അതിന്റെ അറ്റത്തേക്ക് എന്തുണ്ട്? ബ്രാഞ്ചസ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി
ഇതില് അപ്പെക്സിൽ കാണുന്നത്, അതായത് ഇതൊരു അപ്പൈക്കൽ റീജിയൻ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ, ഏറ്റവും എൻഡിലത്തെ റീജിയൻ ആണ്. ഇതേപോലെ തന്നെ ഇതും എങ്ങനെയാണ്, ഒരു അപ്പെക്സ് നമുക്ക് പറയാൻ പറ്റുന്ന റീജിയൻ ആണ്. അപ്പൊ ഇവിടെ കാണുന്ന മെറിസ്റ്റമിനെ നമ്മൾ എന്ത് വിളിച്ചു, അപ്പൈക്കൽ മെറിസ്റ്റം. ഇനി ഇന്റർ കാലറി മെറിസ്റ്റം, അതെങ്ങനെ പേർപ്പിൾ വെച്ച് മാർക്ക് ചെയ്യണമെങ്കിൽ, ഇന്റർ കാലറി മെറിസ്റ്റം നമുക്ക് നോഡ് റീജിയൻസിലെ സ്റ്റെമ്മിലെ നോഡ് റീജിയൻസ് ആണ് കാണുക. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് സ്റ്റെമ്മിൽ എന്ത് കാണുക, നോഡ്സ് കാണുക. അങ്ങനെയുള്ള മെറിസ്റ്റമിനെ നമ്മൾ എന്ത് വിളിച്ചു, ഇന്റർ കാലറി മെറിസ്റ്റം. ആൻഡ് തേർഡ് നമ്മൾ പറഞ്ഞത്, പ്ലാന്റിന്റെ ഹോൾ പ്ലാന്റ് എടുത്ത് നോക്കിയാൽ പാരലലി ഓൺ ഐദർ സൈഡ്സ് നമുക്ക് എന്ത് കാണാൻ പറ്റും, ലേറ്ററൽ മെറിസ്റ്റം കാണാൻ പറ്റും. ലേറ്ററൽ മെറിസ്റ്റം ബീങ് ഈ പാരലലി സൈഡ്സിൽ കാണാൻ പറ്റുന്ന മെറിസ്റ്റം, ഇതാണ് ലേറ്ററൽ മെറിസ്റ്റം. അപ്പോ ഇതിന്റെ ലൊക്കേഷൻ എന്ത് എഴുതാൻ പറ്റും, അപ്പൈക്കൽ മെറിസ്റ്റം, റൂട്ട്, ഷൂട്ട്, ടിപ്പ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നോഡ്സ് ഓഫ് സ്റ്റെമ്മില് എന്തുണ്ട്, ഇന്റർ കാലറി മെറിസ്റ്റം ഉണ്ട്. ആൻഡ് പാരലലി ഓൺ ഈതർ സൈഡ്സ് ഓഫ് പ്ലാന്റ് എന്ത് എഴുതാൻ പറ്റും, ലേറ്ററൽ മെറിസ്റ്റം എന്ന് പറയാൻ പറ്റും. ഇനി അപ്പൈക്കൽ റീജിയൻ എന്തുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അപ്പൈക്കൽ മെറിസ്റ്റം എന്തുണ്ടാക്കും, പ്രൈമറി പ്ലാന്റ് ബോഡി ഉണ്ടാക്കും. അതാണ് അതിന്റെ ഫംഗ്ഷൻ, പ്രൈമറി പ്ലാന്റ് ബോഡി ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൈക്കൽ മെറിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ. ഇനി നോഡ് റീജിയൻസിലുള്ള ഇന്റർ കാലറി മെറിസ്റ്റം എന്തിനെ ഹെൽപ്പ് ചെയ്തു, ഇലോങ്ങേഷൻ ഓഫ് ഇന്റർനോഡ്സ്. രണ്ട് നോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ഇന്റർ നോഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ കൂടുതൽ ഗ്രോത്ത് കാണിച്ചാൽ എന്തുണ്ടാവും, ഇവിടുത്തെ ഇന്റർ നോഡ് ഇലോങ്ങേഷന് കോസ് ചെയ്യും. അപ്പൊ ഇറ്റ് ഹെൽപ്സ് ഇൻ ഇലോങ്ങേഷൻ ഓഫ് ഇന്റർ നോഡ്. ആൻഡ് ലേറ്ററൽ മെറിസ്റ്റം ഈ അറ്റത്താണ് ഉള്ളത്. അപ്പൊ അത് എന്ത് ഇൻക്രീസ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുക, ഇൻക്രീസ് ഗേർത്ത് ഓഫ് ദി പ്ലാന്റ്. ഇനി മെറിസ്റ്റംസ് ഏത് പാർട്ടാണ്, എവിടെയൊക്കെയാണ് കാണുന്നത്, ദ 3 ടൈപ്സ് ഓഫ് മെറിസ്റ്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി even if it is meristematic tissue, നമുക്കറിയാം ഡിഫറൻസിയേഷൻ എന്നുള്ള പ്രോസസ് കഴിഞ്ഞാൽ they may transform into permanent tissues. അപ്പൊ അതും എഴുതി വെക്കാം. മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ ആഫ്റ്റർ ഡിഫറൻസിയേഷൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, പെർമനന്റ് ടിഷ്യൂ ആയിട്ട് കൺവേർട്ടഡ് ആവാം. പെർമനന്റ് ടിഷ്യൂ ആയാല് പിന്നെന്ത് പറ്റും, they lose their capacity for division. ആൻഡ് അവരെന്ത് ചെയ്യും, പെർമനന്റ് ടിഷ്യൂസ് സ്പെസിഫിക് ഫങ്ഷൻസ് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഭയങ്കര സ്പെസിഫിസിറ്റി ഓഫ് ഡൂയിങ് ഫങ്ഷൻസും അവർ അക്വയർ ചെയ്യും. ആൻഡ് ഓൾസോ ലൂസിങ് ദ കപ്പാസിറ്റി ടു ഡിവൈഡ്. അപ്പൊ ഇത്രയാണ് എന്തിന്റെ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ആദ്യം എങ്ങനെയാണ് ഡിഫർ ചെയ്യുക പ്ലാന്റ് ആൻഡ് ആനിമൽ ഗ്രോത്ത്, ഓപ്പൺ ഫോം ആരാണ് കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് പറയാ, ആനിമൽസിന്റെ സ്റ്റോപ്പേജ് ഓഫ് ഗ്രോത്ത് ആഫ്റ്റർ എ സർട്ടൻ ഏജ് പറയാ, അത് കഴിഞ്ഞ് എങ്ങനെയാണ് മെറിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നതെന്നും കൂടി പറയാം. ഇനി എപ്പോഴും മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ കാരണം ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് കാണിക്കുന്ന 2 പാർട്ടാണ്. എന്ത്, റൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റം, എവിടുത്തെ റൂട്ട് അപ്പെക്സിൽ കാണാൻ പറ്റും, ആൻഡ് ഇറ്റ് ഷോസ് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത്. അതേപോലെ തന്നെ ഷൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റം, SAM, ഷൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റം അഗൈൻ എന്ത് കാണിക്കും, ഷൂട്ടിൽ പ്രസന്റ് ആണ്, ആൻഡ് ഇറ്റ് ഷോസ് അൺലിമിറ്റഡ് ഗ്രോത്ത്. അപ്പോൾ എക്സാക്ട് റീജിയൻസ് വിച്ച് ഗ്രോ ഇൻഡെഫിനിറ്റ്ലി എടുത്തു നോക്കിയാൽ മോസ്റ്റ് ആപ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, മെറിസ്റ്റം എന്ന് പറയാം. കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് റൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റം, ഷൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റം. ഇനി ഓപ്ഷനിൽ ഈ ടൈപ്സ് ആണെങ്കിൽ അതും മെൻഷൻ ചെയ്യാം. അപ്പൊ ഇത്രയാണ് തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വരാണെങ്കിൽ, explain in 2-3 lines each of the following terms with the help of examples taken from different plant tissues. ഫസ്റ്റ് തന്നിരിക്കുന്നത് ഡിഫറൻസിയേഷൻ, സെക്കൻഡ് തന്നിരിക്കുന്നത് ഡീഡിഫറൻസിയേഷൻ, ആൻഡ് തേർഡ് റീഡിഫറൻസിയേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അറിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇറ്റ് വാസ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡിഫറൻസിയേഷൻ. നമ്മൾ ഈ തൊട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യനും കണ്ടിരുന്നു, എന്ത്, മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ ഓൺ അണ്ടർഗോയിങ് ഡിഫറൻസിയേഷൻ അവരെന്താവും, പെർമനന്റ് ടിഷ്യൂ ആവുമെന്ന് ഇവിടെ പറഞ്ഞിരുന്നു. ഈ പ്രോസസ് ആണ് ഡിഫറൻസിയേഷൻ. അതായത് when meristematic tissues give rise to new cells, അവര് മെച്ചോർ ചെയ്തു ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ആവുന്നു. ഡിഫറൻഷിയേറ്റഡ് ആവുമെന്ന് വെച്ചാൽ they get differentiated into സ്പെഷ്യൽ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ ആവുന്നു. ഇനി ഈ ഓർഗൻ എങ്ങനെയായിരിക്കും, അവർക്ക് സ്പെസിഫിക് ഫംഗ്ഷൻ ആയിരിക്കും, ആൻഡ് they lose the capacity to divide. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ പറയുന്നത്. അപ്പോ അവർക്ക് എന്ത് പറ്റും, they get a permanent size, കാരണം they lose the capacity to divide and grow. പെർമനന്റ് സൈസ് ആവുന്നു,
പെർമനന്റ് സ്ട്രക്ചർ ആവുന്നു, പെർമനന്റ് കോമ്പോസിഷൻ ആവുന്നു, ആൻഡ് പെർമനന്റ് ഫങ്ഷൻ ആവുന്നു. ടിഷ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്തായി ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്ന കുറെ സെൽസ് ഉണ്ടാക്കി. ഇനി ഈ സെൽസ് എന്തായിട്ട് അണ്ടർഗോ ചെയ്യും? ഡിഫറൻസിയേഷൻ അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ ദേ ബിക്കം സ്പെഷ്യൽ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ. ഇനി ഈ സ്പെഷ്യൽ ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗന്റെ സ്പെസിഫിക് ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പെർമനന്റ് സൈസ്, സ്ട്രക്ചർ, കോമ്പോസിഷൻ ആൻഡ് ഫങ്ഷൻ. ഫോർ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ റൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റം കണ്ടു. റൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റം എന്താ? റൂട്ട് അപ്പെക്സിൽ കാണാൻ പറ്റുന്നതാണ്. ആൻഡ് റൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റത്തിന്റെ ഡിസ്റ്റലി ആയിട്ടുള്ള സെൽ ഇതാണ് റൂട്ടിന്റെ എൻഡ് എങ്കിൽ ഇതാണ് റൂട്ടിന്റെ എൻഡ് എന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇവിടെയാണ് എന്തുണ്ടാവുക? റൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റം. ആൻഡ് ഈ ഡിസ്റ്റൽ ടു ദി റൂട്ട് അപ്പൈക്കൽ മെറിസ്റ്റം അവര് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആ സെൽസ് എന്തായിട്ട് കൺവേർട്ടഡ് ആവുന്നു? റൂട്ട് ക്യാപ്പ് ആയിട്ട് മാറുന്നു. ആൻഡ് ഈ റൂട്ട് ക്യാപ്പിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറിൽ എപ്പിബ്ലീമ കാണാൻ പറ്റും. അതായത് സെൽ ഓഫ് ദി മോസ്റ്റ് പെരിഫറൽ മോസ്റ്റ് സെൽ എപ്പിബ്ലീമ കാണാൻ പറ്റും. ആൻഡ് അവരൊക്കെ ഡിഫറൻഷിയേറ്റ് എന്താവും? ഏറ്റവും പെരിഫറിയിൽ എപ്പിബ്ലീമ കാണാൻ പറ്റും. അതിന്റെ ഉള്ളിൽ ഓരോ സ്ട്രക്ചർ ആയിട്ട് അവർ ഡിവൈഡ് ചെയ്ത് സ്പെഷ്യലൈസ്ഡ് ആവും. എങ്ങനെ? കോർട്ടെക്സ് കാണാൻ പറ്റും, പിന്നെ അത് കഴിഞ്ഞ് എൻഡോഡെർമിസ് കാണാൻ പറ്റും, അത് കഴിഞ്ഞ് പെരിസൈക്കിൾ കാണാൻ പറ്റും, ആൻഡ് വാസ്കുലർ ടിഷ്യൂസും കാണാൻ പറ്റും. അപ്പൊ ഈ പ്രോസസ്സിന് മെരിസ്റ്റമാറ്റിക് ആയിരുന്നു, പക്ഷെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് സ്പെസിഫിക് ഫങ്ഷൻസ്, സ്ട്രക്ചർ അല്ലെങ്കിൽ സൈസ് അവര് എന്ത് ചെയ്തു? അക്വയർ ചെയ്തു ആൻഡ് ബിക്കം ഡിഫറൻഷിയേറ്റഡ്. ഇതാണ് അതിന്റെ എക്സാമ്പിൾ ഓഫ് ഡിഫറൻസിയേഷൻ. ഇനി സെക്കൻഡ് പ്രോസസ് ചോദിച്ചിരിക്കുന്നത് ഡി ഡിഫറൻസിയേഷൻ. ഡി ഡിഫറൻസിയേഷൻ ഇങ്ങനെ ആലോചിക്കുക. ഡി ഡിഫറൻസിയേഷൻ ഈക്വൽസ് എന്താണ്? നമ്മുടെ ഓൾറെഡി ഡിഫറൻഷിയേറ്റഡ് സെൽസ് ഉണ്ട്, അവരെന്ത് ചെയ്യും? അവര് സ്പെഷ്യലൈസ്ഡ് ആവും. അതായത് അവർ ഓൾറെഡി സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു ടു ഡു സ്പെസിഫിക് ഫങ്ഷൻ അല്ലെങ്കിൽ ടു ഹാവ് സ്പെസിഫിക് സ്ട്രക്ചർ. പക്ഷെ അവർ ഡീസ്പെഷ്യലൈസേഷൻ അണ്ടർഗോ ചെയ്യും. ആൻഡ് ഡീസ്പെഷ്യലൈസേഷൻ പ്ലസ് again become differentiated and they are able to divide again. For example, ഡിഫറൻസിയേഷന്റെ എക്സാമ്പിൾ എന്താണ് പറയുന്നത്? ഡൈക്കോട്ട് സ്റ്റെം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡൈക്കോട്ട് സ്റ്റെം എന്ത് കാണിക്കുന്നുണ്ട്? സെക്കൻഡറി ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള കോർട്ടിക്കൽ സെൽ, കോർട്ടെക്സിലെ സെൽസിനെയാണ് കോർട്ടിക്കൽ സെൽസ് എന്ന് വിളിക്കുന്നത്. ആ കോർട്ടിക്കൽ സെൽസ് അണ്ടർഗോ ഡി ഡിഫറൻസിയേഷൻ ആൻഡ് അഗെയിൻ ബിക്കം മെരിസ്റ്റമാറ്റിക്. They undergo de-differentiation and become meristematic, and they form the cambium. ഇന്റർഫാസിക്കുലറും ഫാസിക്കുലർ cambiums വരെ ഫോം ചെയ്യുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓൾറെഡി സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻ ആയിരുന്നു, they have already lost the ability to divide. ആ സ്റ്റേജിൽ അവർ again differentiated ആവും, ഡീസ്പെഷ്യലൈസ്ഡ് ആവും, and they are able to divide again. എക്സാമ്പിൾ ഡൈക്കോട്ട് സ്റ്റെമിലെ കോർട്ടിക്കൽ സെൽസിന് എക്സാമ്പിൾ പറയാം. they are becoming meristematic and hence forming cambium. Interfascicular and fascicular cambium are formed. ഇതാണ് ഡി ഡിഫറൻസിയേഷൻ. ഇനി നടക്കാൻ പോകുന്നതാണ് തേർഡ് പ്രോസസ്, വിച്ച് ഇസ് റീഡിഫറൻസിയേഷൻ. റീഡിഫറൻസിയേഷൻ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞാല്, ഇപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടു ദേ ഫോം മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കേംബിയൽ സെൽസ് ഉണ്ടാവുകയാണ്. ഈ കേംബിയൽ സെൽസ് അഗെയിൻ എന്ത് അണ്ടർഗോ ചെയ്യും? ഇപ്പുറത്തെ സൈഡിൽ എഴുതാം. ഈ കേംബിയൽ സെൽസ് ദേ അണ്ടർഗോ നമ്മളിപ്പോ മെൻഷൻ ചെയ്യുന്ന പ്രോസസ് റീഡിഫറൻസിയേഷൻ. ആൻഡ് റീഡിഫറൻഷിയേറ്റ് ചെയ്ത് അവര് സെക്കൻഡറി കോർട്ടെക്സ് ആവുന്നു, സെക്കൻഡറി കോർട്ടെക്സിലെ സെൽസ് ആവുന്നു. ആൻഡ് അവർക്ക് എന്തുണ്ട്? സെക്കൻഡറി സൈലം ഉണ്ട്, സെക്കൻഡറി ഫ്ലോയം ഉണ്ട്, ആൻഡ് ഫെല്ലോഡം ഇൻ കേസ് നമ്മുടെ വുഡി ആയിട്ടുള്ള ഡൈക്കോട്ട് പ്ലാന്റ്സിൽ. അപ്പോ കേംബിയൽ സെൽസ് സെക്കൻഡറി കോർട്ടെക്സിലേക്ക് ആവുന്നു, ആൻഡ് സെക്കൻഡറി സൈലം, ഫ്ലോയം, ഫെല്ലോഡം ഒക്കെ ഫോം ചെയ്യുന്നു. ആൻഡ് അവർ അഗെയിൻ എങ്ങനെയാണ്? ദേ സ്റ്റോപ്പ് ഡിവിഷൻ. ആൻഡ് അവർ അങ്ങനെ തന്നെയാണ് ഹോൾ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റീഡിഫറൻസിയേഷൻ. അപ്പൊ അഗെയിൻ ഇവിടെ എന്താണ് നടക്കുന്നത്? മെരിസ്റ്റമാറ്റിക് ആയിരുന്നു ഓൾറെഡി ഡീഡിഫറൻഷിയേറ്റഡ് സെൽസ്, അവര് അഗെയിൻ ലൂസ് ദെയർ കപ്പാസിറ്റി ടു ഡിവൈഡ് ആൻഡ് മെച്ചോർ ടു പെർഫോം സ്പെസിഫിക് ഫങ്ഷൻ. അതിനെയാണ് റീഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ
നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്താണ് സെക്കൻഡറി കോർട്ടെക്സ്, സെക്കൻഡറി സൈലം. ഇവരൊക്കെ എങ്ങനെയാണ്? ദേ ആർ ഓൾറെഡി സെക്കൻഡറി ആയിട്ടുള്ള സൈലം ഫ്ലോയും ഒക്കെ ഫോം ചെയ്യണം. അതായത് സ്പെസിഫിക് ഫങ്ഷൻസ് അക്വയർ ചെയ്തു ആൻഡ് ദേ കാൺ ഡിവൈഡ് അഗൈൻ. ദേ ആർ ഓൾറെഡി മെച്ചോർഡ്. അപ്പൊ ഈ 3 പ്രോസസ്സാണ് ഈ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഡിഫറൻസിയേഷൻ, എന്താണ് ഡി ഡിഫറൻസിയേഷൻ, എന്താണ് റീഡിഫറൻസിയേഷൻ. ഇത് MCQ പോയിന്റ് ഓഫ് വ്യൂല് വിത്ത് എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. NCERT ഭാഗത്തിലെ എല്ലാ എക്സാമ്പിൾസും വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ ആൻഡ് റീഡിഫറൻസിയേഷൻ അറിഞ്ഞിരിക്കണം. ഇത്രയാണ് ഏത് ക്വസ്റ്റൻ ആൻസർ? 4th ക്വസ്റ്റന്റെ ആൻസർ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, എക്സാമ്പിൾസും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ 4th ക്വസ്റ്റൻ വരെ സോൾവ് ചെയ്തു. ഇപ്പൊ നമ്മൾ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. 5th ക്വസ്റ്റൻ തൊട്ട് along with long answer type we will discuss in the next class. Thank you.